കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതി. 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനമേറ്റെടുത്ത് വി ഡി സതീശൻ ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. വനവാസമല്ല, പട്ടാഭിഷേകമാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു. അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഈ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ഇനി പോകുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഇനി അദ്ദേഹം താമസിക്കാൻ എത്തുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് ഈ ഭാഗത്തു നിന്ന് ആരെയും അകത്തേക്ക്, മാധ്യമങ്ങളെയോ ആരെയും അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. എന്നാൽ ഇനി UDF സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ മാറിയതിനു ശേഷം പിണറായി വിജയൻ സർക്കാർ വന്നത് തൊട്ടാണ് ഈ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഇത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി ഒരു വഴി കൂടി ക്ലിഫ് ഹൗസിലേക്കുണ്ട്. ഇതാണ് ക്ലിഫ് ഹൗസിലേക്കുള്ള രണ്ടാമത്തെ വഴി. നന്തൻകോട് ജംഗ്ഷനിൽ നിന്നും 150 മീറ്റർ മാറിയാണ് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴി. ക്ലിഫ് ഹൗസിലേക്ക് മാത്രമല്ല, മറ്റ് മന്ദിരങ്ങളിലേക്കും ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ കണ്ടതുപോലെ പോലീസുകാർ നിൽപ്പുണ്ട്. അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ഈ നന്തൻകോട് ഭാഗത്തേക്ക് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് വഴി വരുന്ന സമയത്തൊക്കെ പോലീസിൻ്റെ ബാരക്കുകൾ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ക്ലിഫ് ഹൗസിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അനുമതിയില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അനുമതി ലഭിച്ച് അകത്തേക്ക് കയറിയതിന് ശേഷം പ്രേക്ഷകരിലേക്ക് ക്ലിഫ് ഹൗസിൻ്റെ ദൃശ്യങ്ങൾ എത്തിക്കാം. സജീവ്കുമാറിനൊപ്പം ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.